ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ മഹായിടവകയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ദിനങ്ങളിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഇതുവരെ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടില്ലാത്ത എന്നെ നിങ്ങൾ വിളിച്ചത് വലിയ റിസ്ക്കാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. ഈ വലിയ റിസ്ക് എടുത്ത ബിജോയ് അച്ഛനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ കാലം മുമ്പ് മുതൽ പരിചയപ്പെടുകയും ഇന്ന് പകൽക്കാലം മുതൽ ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ഡാനിയൽ തിരുമേനിയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഈ മഹായിടവകയ്ക്ക് ഈ നാളുകളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും പ്രത്യേകാൽ ഈ മഹായിടവകയുടെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ ഈ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചതിനെ ഓർത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വാട്ട് ടച്ച് മീ ഈസ് ദ വേ ദാറ്റ് യു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി ഇറ്റ്സ് റിയലി ടച്ച് മീ. ഇന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കറിയത്തില്ല ആരാണ് അത് പ്രാർത്ഥിച്ചതെന്ന്. ബട്ട് വാട്ട് എവർ ഹൂം എവർ ഇറ്റ് മേ ബി, and I was just observing the last two sections as well. The way that you pray, that you are praying after being filled with the Holy Spirit. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ മഹായിടവകയിലുള്ള ഓരോ മനുഷ്യരുടെയും വ്യക്തിപരവും ആത്മീകവും ഭൗതികവും എല്ലാ മേഖലകളെയും ഒരുപോലെ സമ്പന്നമാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എൻ്റെ മകൻ ഇപ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതുവാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. പ്ലീസ് പ്രേ ഫോർ ഹിം ഓൾസോ ആസ് വെൽ. ആലെഫ് എന്നാണ് അവൻ്റെ പേര്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ആദ്യത്തെ ആരാധനയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ആരാണ് നമ്മൾ. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. നമ്മളെല്ലാവരും മിഷണറിമാരാണെങ്കിൽ രണ്ടാമത്തെ കൂട്ടായ്മയിൽ നമ്മൾ ചിന്തിച്ചത് വാട്ട് ഈസ് ദ കോൾ ദാറ്റ് വി ഹാവ്. എന്തിനാണ് ദൈവം നമ്മെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഈ ആരാണ് എന്ന തിരിച്ചറിവിന് ശേഷം ദൈവം എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ വൈകിയ സമയം ചുരുക്കമായി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18ാം അധ്യായം അതിന്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവന് മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വൈകിയ സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ ചിറകിന്റെ മറവിൽ മറഞ്ഞുകൊള്ളുവാൻ, ഈ വൈകിയ സമയം അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിന്റെ കീഴിൽ അഭയം പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങ് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മാവിൽ ആരാധന,
ദൈവപ്രസാദം എന്ന കേന്ദ്ര വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനകളെയും അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഈ 5-ാമത്തെ ദിവസത്തിന്റെ അവസാന കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് അങ്ങയുടെ മുൻപാകെ ആയിരിക്കുമ്പോൾ എന്റെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ, ദൈവമേ, ഈ പന്തലിൽ നിറഞ്ഞു കവിയുന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളോട് ചേർന്നിരിക്കണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, അങ്ങ് സംസാരിക്കുന്ന വചനം കേൾക്കുവാൻ ഞങ്ങൾ അങ്ങ് ഇടയാക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. കാത്തിരിപ്പുകൾക്ക് അർത്ഥമുണ്ട്. നമ്മളിത് വേദഭാഗമായിട്ട് വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു അന്ധനായ മനുഷ്യന്റെ കാത്തിരിപ്പിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്ധനായ മനുഷ്യന്റെ കാത്തിരിപ്പും യേശുവിന്റെ അവിചാരിതമായുള്ള യാത്രയും, ആ യേശുവാണ് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ അടുക്കൽ നിലവിളിക്കുകയും യേശു അവന് സൗഖ്യം നൽകുകയും ചെയ്തു എന്നതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അർത്ഥം. എന്നാൽ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനെ 2 ഭാഗങ്ങളാക്കി ഈ സമയത്തെ സന്ദേശത്തെ മാറ്റുകയാണ്. ഒന്ന്, നാം ആയിരിക്കുന്ന സഭയുടെയും സമൂഹത്തിന്റെയും യഥാർത്ഥ സ്വഭാവമാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. 2, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട സ്വഭാവം എന്താണെന്നും ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണ് എന്നതുമാണ് ഈ 2 ഭാഗങ്ങൾ. ഈ വേദഭാഗം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന ജനതയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. അതാണ് പലപ്പോഴും നമ്മൾ ഇന്ന് വ്യക്തമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇന്നത്തെ സഭയുടെ സ്വഭാവവും ഇന്നത്തെ സഭയുടെ പ്രവർത്തനവും ഇന്നത്തെ സഭ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നതും യേശുവിനോട് കൂടെ നടന്ന ആ മനുഷ്യരുമായി അവരുടെ സ്വഭാവമായി തട്ടിച്ചു നോക്കിയാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ. അതുകൊണ്ട് തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന പൂർണ്ണമായി ബോധ്യമുള്ളവരായ നാം, ആ ബോധ്യത്തോടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പോകുമ്പോൾ ഞാൻ ആരെയാണോ സേവിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ മനുഷ്യർ എങ്ങനെയുള്ളവരാണ് എന്ന തിരിച്ചറിവും നമുക്ക് ഉണ്ടായേ മതിയാകുകയുള്ളൂ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, എൻ്റെ മകനൊരു സ്കൂൾ അഡ്മിഷൻ നമ്മൾ നോക്കിയാൽ നമ്മൾ എന്തെല്ലാം നോക്കും അല്ലേ? ആ സ്കൂളിന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് നോക്കും. അത് നല്ല വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയ ശതമാനമുള്ള സ്കൂളാണോ നോക്കും. അവിടുത്തെ അധ്യാപകരുടെ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കും. അവിടുത്തെ മാനേജ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കും. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം നമ്മൾ നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മക്കളെ ആ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അത് തന്നെയല്ല, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുകയാണ്. എവിടെ ഏറ്റവും നല്ല ശുശ്രൂഷ എന്റെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് എവിടെ ലഭിക്കുമെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും പോയി നമ്മൾ അഡ്മിറ്റ് ആകുക. അതുപോലെ തന്നെയാണിത്. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നാം നമ്മെ തന്നെ പൂർണ്ണമായി കൊടുക്കുവാനായിട്ട് കാത്തിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന അല്ലെങ്കിൽ നാം സേവ ചെയ്യുന്ന സമൂഹത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഇത് തന്നെയാണ് ഈ വേദഭാഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്, ഈ വേദഭാഗം നമ്മൾ ഇന്ന് വേദഭാഗമായിട്ട് വായിച്ച 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സ്വഭാവം വെച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം, കൂടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കും, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാം അല്ലേ? അറിയാമോ? എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ? വേറെ ഒരിടത്തും പോണ്ട. നിങ്ങളുടെ വീട്ടിൽ നല്ല കണ്ണാടിയില്ലേ? കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കിയാൽ മതി. കൂടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കും, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന മനുഷ്യർ. ഇവിടെ യേശുവിനോട് കൂടെ നടന്ന മനുഷ്യരാണ്. യേശുവിനോട് കൂടെ നടന്ന ഈ മനുഷ്യർ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ അന്ധനായ മനുഷ്യൻ യേശു വരുന്നത് അറിഞ്ഞു, അവന്റെ ഈ ബഹളം കേട്ടു.
അപ്പോൾ അവൻ അന്വേഷിച്ചു എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ആരോ അതിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു, യേശു വരികയാണ്. അപ്പൊ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്തുവാണ്? നീ മിണ്ടാതിരിക്കുക. അത് മാത്രമല്ല, അത് മുതൽ താഴോട്ട് മുഴുവൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ തരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കൂടെ ഉണ്ടായെന്ന് തോന്നിപ്പിക്കും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാമപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആറാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്. ഇവിടെ ഒരു മനുഷ്യന്റെ 2 മക്കളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യന് ആവശ്യമുണ്ട്. അപ്പോൾ ആ മനുഷ്യന്റെ 2 മക്കൾ ഏത് സമയത്തും കൂടെയുണ്ടാകുമെന്ന ആഗ്രഹത്തോടെ വളർത്തിയ 2 മക്കൾ. അതിൽ ഒരാളിന്റെ അടുത്ത് അപ്പം പോയി ചോദിക്കുകയാണ്, ഇന്ന് എന്റെ വയലിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരണം. അവൻ പറഞ്ഞു, ഇല്ല, ഐ കനോട്ട് കം. ആ മനുഷ്യന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിരിക്കും. ഇത് ഒരു ഉദാഹരണമാണ്. എന്നാൽ പിന്നത്തേതിൽ അവൻ പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായി ആ പിതാവിന് ലഭിക്കുന്ന ആ മനുഷ്യന്റെ ആ മകന്റെ ജീവിതത്തിൽ നിന്ന് നാവിൽ നിന്ന് ലഭിക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് അത് പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത വേദനയാണ്. രണ്ടാമത്തെ മകന്റെ അടുത്ത് പോയി. അവൻ എന്ത് ചെയ്തു? പോകാമെന്ന് പറഞ്ഞു. പിതാവിന് സന്തോഷമായി. പക്ഷെ എന്ത് ചെയ്തില്ല? അവൻ പോയില്ല. അതിനേക്കാൾ വലിയ വേദന. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഒന്ന് പരിശോധിച്ചാൽ പലപ്പോഴും ഈ 2 മനുഷ്യരെ പോലെയാണ്. ഉണ്ടാകുമെന്ന് തോന്നും, പക്ഷെ ഉണ്ടാകില്ല. ഉണ്ടാകുമെന്ന് പറയും, പക്ഷെ ഒരിക്കലും അവര് അവിടെ കാണുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 മനുഷ്യരിൽ ആരായിരുന്നു? ഹൂ ഈസ് ബെറ്റർ? ആരാ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്? പക്ഷെ ആക്ച്വലി ഈസ് ഹി ബെറ്റർ? അല്ലേ? രണ്ടാമത് പറഞ്ഞ മനുഷ്യൻ അവൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറയുന്നത് ഈ മനുഷ്യനാണ് അപ്പന്റെ ഇഷ്ടം ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി ഈസ് ബെറ്റർ. ബിക്കോസ് when his father was asking, his immediate response should be, I will go, and the action should be, he should be going. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണേണ്ടതെന്നാൽ പലപ്പോഴും ഇത് പ്രതിഫലിച്ച് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒരിക്കൽ എൻ്റെ മകൻ 2 വയസ്സുള്ള സമയത്ത് ഞാൻ എട്ടുനാടത്ത് ഇൻചാർജ് ആയിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ അവനെയും കൊണ്ട്, അപ്പൊ ഞങ്ങൾ ആദ്യം കരുതി അവന് അത് കയ്യിൽ ചിലപ്പോൾ വളരെ വീണ് അതിൽ ഒരു പോറലെല്ലാം ഉണ്ടായതായിരിക്കും, ചിലപ്പോൾ ഒന്ന് തൈലമൊക്കെ ഇട്ട് തടയി കൊടുത്താൽ പോകുന്നെല്ലാം കരുതി ഞങ്ങൾ ഒരാഴ്ചയോളം വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ ദിവസവും കഴിയുന്തോറും അതിങ്ങനെ വലുതായി വന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ അവന് നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രി 110 കിലോമീറ്റർ ദൂരെയാണ്. അതാണ് അവിടെയുള്ള ഒരു ആശുപത്രി. പീഡിയാട്രിക് സർജന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ കണ്ടോടം പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഹി ഷുഡ് അണ്ടർഗോ ആൻ ഓപ്പറേഷൻ. ഇറ്റ്സ് ആൻ ഇൻഫെക്ഷൻ. It is going to affect the bone. അത് എല്ലുകളെ ബാധിക്കാനായിട്ട് പോവുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഹി ഷുഡ് ബി അഡ്മിറ്റഡ് ഫോർ ആൻ ഓപ്പറേഷൻ. അപ്പൊ അതിന് ഇത്ര രൂപ ചെലവാകുമെന്ന് പറയുന്നു. ഐ വാസ് empty handed there. അപ്പൊ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അച്ഛാ, എൻ്റെ കയ്യിലൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ പൈസ എല്ലാം അറേഞ്ച് ചെയ്തു, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. തിരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം മറ്റൊരാൾ എന്നോടൊന്ന് വളരെ രഹസ്യമായിട്ട് പറയുകയാണ്, അച്ഛാ, അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് ഹോസ്പിറ്റൽ കേസാ, കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല, അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതാ ബെറ്റർ. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത്. മറന്നു വരുത്, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും പലപ്പോഴും. ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ, എൻ്റെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു സഹായം ലഭിക്കും, ഒരു അത്യാവശ്യം വന്നാൽ എനിക്ക് ഓടിച്ചെല്ലാനായിട്ട് ഒരാളുണ്ട് എന്ന പ്രത്യാശ പോലും കൊടുത്തിട്ടുള്ള നമ്മൾ പലപ്പോഴും അവരുടെ മുൻപാകെ നമ്മുടെ ഡോറുകളെ അടയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഇന്നത്തെ സമൂഹത്തിന്റെ സ്വഭാവം. അത് എപ്പോഴും ഇങ്ങനെ തന്നെ കൂടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കും, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന മനുഷ്യൻ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വേറെ ഒരിടത്തും പോകണ്ട. യേശു കർത്താവിന്റെ സ്വന്തം ശിഷ്യന്മാരെ തന്നെ നോക്കിയാൽ മതി. തന്റെ അവസാന സമയത്ത്
ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ മാത്രം പറയില്ല എന്ന് പറഞ്ഞ ആൾ പോലും ഒരു നാണക്കേടും ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ കൈയും കഴുകിയിട്ട് പൊടിയും തട്ടി അവിടെ നിന്ന് പോയി. ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. നാം ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ടാകും. പക്ഷെ അതിൽ നമ്മൾ പെടാതിരിക്കണം, മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. രണ്ടാമത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 40-41 വാക്യങ്ങൾ. യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. ഇവിടെ എന്താണെന്ന് അറിയാമോ? യേശു പറഞ്ഞിട്ടും അനുസരിക്കാത്ത ആൾക്കാരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കിയാട്ടെ, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? 40-41 വാക്യങ്ങൾ. യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആരോടാ കൽപ്പിച്ചത്? തന്റെ കൂടെ ഉണ്ടായിരുന്നവരോടല്ലേ? എന്നാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 41-ാമത്തെ വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ അടുത്ത് വന്നപ്പെടുന്ന, അവനവനെ കൊണ്ടുവന്നില്ല, പക്ഷെ അവൻ തന്നെ അടുത്ത് വന്നിരിക്കുന്ന അവിടെ. യേശു പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ആൾക്കാർ, തിരുമേനി പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത അച്ഛന്മാർ, തിരുമേനി പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ശുശ്രൂഷകർ, മിഷണറിമാർ, സഭയിലെ വിശ്വാസികൾ, സഭാ കമ്മിറ്റിയിലെ ആൾക്കാർ, യേശു പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അവനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യേശുവിന്റെ കൽപ്പനയെ പോലും ഒരു നാണവുമില്ലാതെ തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ നടുവിലേക്കാണ് ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നത്. യേശുവിന്റെ കൽപ്പനകളെ പോലും ഒരു ദാക്ഷിണ്യവും കൂടാതെ മറന്നു കളഞ്ഞ് യേശുവിന്റെ കൺമുൻപിൽ പോലും നിന്നുകൊണ്ട് യേശു പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാത്ത ആൾക്കാരുടെ അടുക്കലേക്കാണ് നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഉൽപ്പത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ കൽപ്പന ആദാമിനോടും അവയോടും പറയുകയാണ്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, അത് തൊടുകയും അരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. എന്ത് ചെയ്തു? മൂന്നാമതൊരാള് വന്ന് ഒരു സ്ക്രൂ കൊടുത്തു. സ്ക്രൂ കൊടുത്തപ്പോ എന്ത് പറ്റി? ഇയാളങ്ങ് ചാടി. അവളും കത്ത് കഴിച്ചു, അവയും കഴിച്ചു, തന്റെ ഭർത്താവിനും കൊടുത്തു. പാവം ഭർത്താവിനെങ്കിലും ഒരു ബോധം വേണം അല്ലേ, സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ച. പക്ഷെ ഭർത്താക്കന്മാര് ഏറ്റവും കൂടുതൽ ബലഹീനമായി പോകുന്നത് ഭാര്യമാരുടെ മുമ്പിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ കൃത്യമായി ഭാര്യ പണി പറ്റിച്ചു. എന്നാൽ അത് തമാശയല്ല, അത് വെറുതെ കഴിക്കാൻ കൊള്ളുന്ന കാര്യമല്ല. ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം എത്ര പറഞ്ഞാലും തലയിൽ കയറാത്ത ആൾക്കാർ, ദൈവത്തിന്റെ വചനം എത്ര പ്രാവശ്യം കേട്ടാലും മനസ്സിലാക്കാത്ത ആൾക്കാർ. സത്യസന്ധമായി ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രസംഗം കേട്ട പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രസംഗവും പിന്നെ കേൾക്കേണ്ട കാര്യമില്ല. ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഒരൊറ്റ പ്രാവശ്യമേ വന്നുള്ളൂ, പിന്നെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ദൂതന്മാരുടെ അടുക്കൽ ഒരൊറ്റ പ്രാവശ്യമേ, ഇടയന്മാരുടെ അടുക്കൽ ഒരൊറ്റ പ്രാവശ്യമേ ദൈവത്തിന്റെ ദൂതൻ പോയിട്ടുള്ളൂ. യേശുവിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു, പോയി കണ്ടു, ഫിനിഷ്. പിന്നെ ഒരു പ്രസംഗം അവർക്ക് വേണ്ട. എത്ര ഉദാഹരണങ്ങൾ. വിദ്വാൻമാർ, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ, അവരോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകരുത്, നീ യേശുവിനെ കണ്ടു, പൊയ്ക്കോ, വേറെ വഴിയെ പൊയ്ക്കോ, ഫിനിഷ്. പിന്നെ പ്രസംഗം കേൾക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ, സത്യസന്ധമായി നിങ്ങൾ പ്രസംഗം കേട്ടാൽ ഒരൊറ്റ പ്രസംഗം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കേണ്ടത് നിങ്ങൾ ജീവിക്കാൻ പറ്റുമെന്നാ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര ഉദാഹരണങ്ങൾ ബൈബിൾ, നിങ്ങൾ ബൈബിള് വായിച്ചു നോക്കിയാൽ മതി. ആദാമിനോടും അവയോടും നേരിട്ട് പോയി പറഞ്ഞു ദൈവം, നീ അതിനെ കഴിക്കരുത്, തൊടുക പോലും അരുത്, മരിക്കും, നീ ചത്തുപോകും, നിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞു. കേട്ടില്ല. ദൈവം പറഞ്ഞിട്ട് അവരനുസരിച്ചില്ല. യോന 1:2-3. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു പോയി. മതി. അവിടെ യോനെ, നമ്മളിന്ന് ഈ 3 വേദഭാഗങ്ങളെ കുറിച്ചാണ് രാവിലെ മുതൽ പല ഉദാഹരണങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. യോനയോട് ദൈവം പറഞ്ഞു, നീ നിനവയിലോട്ട് പോയി അവിടെ പ്രസംഗിക്കുക. അവൻ എന്ത് ചെയ്തു? അവൻ എന്റെ ഇഷ്ടം പോലെ പോയി, തർശീശിലോട്ട് അവൻ പോയി.
വായിക്കാം. ഉൽപ്പത്തികൾ 19:17-26. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കേമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. 26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഇവിടെയും ദൈവം പറയുന്നത്, ദൈവം വളരെ വ്യക്തമായി ലോത്തിനോട് പറയുകയാണ്, നീ ഇവിടെ നിൽക്കരുത്. ഞാൻ രാവിലെ പറഞ്ഞ ഈ വിഷയം, നീ ഇവിടുന്ന് നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? അവൾ നിന്നു, തിരിഞ്ഞു നോക്കി, ഫിനിഷ്. എത്ര ഉദാഹരണങ്ങളാണ് ദൈവം പറഞ്ഞിട്ടും അനുസരിക്കാത്തത് ഉള്ളത് എന്ന് ഈ നമ്മൾ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഒന്നും വേണ്ട, നമ്മുടെ ജീവിതം തന്നെ ഒന്ന് നോക്കിക്കട്ടെ. ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെ വല്ലതും വേണോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ അത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ട് പോകരുത് പോകരുത് പോകരുത്, പോകാതിരുന്നിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ദൈവം പറഞ്ഞാലും അനുസരിക്കാത്ത ആൾക്കാരുടെ അടുക്കലേക്കാണ് പോകാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു വയലിലെ ഓണർ കൃഷിക്കായിട്ട് 3 പേരെ അപ്പോയിന്റ് ചെയ്തു. ഈ 3 പേര് എല്ലാ ദിവസവും വന്ന് അവിടെ ജോലികൾ ചെയ്യുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ആ ഉടമസ്ഥൻ അതിന്റെ കൂലി കൊടുത്ത് അവരെ പറഞ്ഞയക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഈ യജമാനൻ വന്ന് നോക്കിയപ്പോൾ 2 പേര് മാത്രമാണ് പണിക്കുള്ളത്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് 2 പേര് പണി ചെയ്യേണ്ട, 2 പേരല്ലേ ഉള്ളൂ, 3 പേരുടെ പണിയുണ്ടല്ലോ, 3 പേര് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉടമസ്ഥനെ അല്ലെങ്കിൽ ഈ ഉടയവനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് ഇവർ 2 കൂടെ ഒരു ഡിസിഷൻ എടുത്ത്, നമുക്ക് 2 പേർക്കും ജോലി ചെയ്യാം. ഇവർ 2 കൂടെ ജോലി ചെയ്തു. അപ്പോ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അതിലൊരാളിന് ഒരു സംശയം, ഇവരെന്തുവാ ചെയ്യുന്നേ? നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ ഒരാള് ഒരു കുഴി എടുക്കുന്നുണ്ട്, തൊട്ട് പുറകിൽ വരുന്ന ആൾ അതിനെ മണ്ണിട്ട് മൂടുന്നു. ഒരാൾ കുഴിയെടുക്കുന്നു, മറ്റേ ആള് മണ്ണിട്ട് മൂടുന്നു. അപ്പൊ പിന്നെയും കുഴിയെടുക്കുന്നു, രണ്ടാമത്തെ ആള് മണ്ണിട്ട് മൂടുന്നു. അപ്പൊ ഇത് കണ്ടോണ്ടിരുന്നവർക്ക് ഒരു സംശയം തോന്നി, ഇവരെന്തുവായി ചെയ്യുന്നേ? അപ്പോ ഒരാള് ഇവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ആക്ച്വലി നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? അപ്പോൾ പറഞ്ഞു, ആക്ച്വലി ഞങ്ങൾ 3 പേരാണ് എല്ലാ ദിവസവും ജോലിക്ക് വരാറുള്ളത്. അപ്പൊ ഞാന് കുഴി കുഴിക്കും, ഇയാള് മണ്ണിട്ട് മൂടും. അപ്പൊ 3-ാമത്തെ ആൾ എന്ത് ചെയ്യും? 3-ാമത്തെ ആളുടെ ജോലി എന്ന് പറയുന്നത് ഇതിനകത്ത് വിത്തിടുന്ന ജോലിയാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് ലീവാ. എന്നാൽ അദ്ദേഹം വരാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? കുഴി കുഴിക്കുന്നു, മണ്ണിട്ട് മൂടുന്നു, കുഴി കുഴിക്കുന്നു, മണ്ണിട്ട് മൂടുന്നു. വിത്തിടാനായിട്ട് ആളില്ല. ഇതാ ജോലി. കാര്യം മനസ്സിലായില്ലേ? കുഴി കുഴിച്ച് വിത്തിട്ട് മണ്ണിടുന്നതാ ജോലി. അതിൽ ഒരാൾ വരാത്തത് കൊണ്ട് മറ്റു 2 കൂടെ ഇംപ്രസ് ചെയ്യാൻ ചെയ്തതുപോലെയാണ് പലപ്പോഴും നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ആരെ ബോധ്യപ്പെടുത്താനാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ മുൻപാകെ ഞാനൊരു നല്ല വിശ്വാസിയാണ് എന്ന് കാണിക്കുവാൻ എല്ലാവർക്കും കഴിയും. വിശ്വാസിയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞിട്ടും അനുസരിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. 3-ാമത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഇവിടെ എല്ലാം കഴിയുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് കൂടെ ഉണ്ടാകും തോന്നിപ്പിക്കാമെങ്കിലും ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കാര്യത്തോട് എടുക്കുമ്പോൾ അവരുടെ സ്വഭാവം കാണിക്കുന്നവർ. 2, യേശു പറഞ്ഞാൽ പോലും ദൈവം പറഞ്ഞാൽ പോലും ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ആൾക്കാർ. 3, എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ ക്രെഡിറ്റ് എടുക്കാനായിട്ട് കുറച്ച് പേര് വരും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ അന്ധനായ മനുഷ്യൻ. അവന്റെ ദൃഢമായ വിശ്വാസം കൊണ്ട് യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളെ നേടിയെടുത്തു. ഇപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വന്നത് ആരാ? കൂടെയുള്ളവർ. എന്തു പറഞ്ഞു? അയ്യോ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. എന്തോ എല്ലാവരും കൂടെ ചേർന്ന് ഈ മനുഷ്യന് സൗഖ്യം കൊടുത്തതുപോലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വന്ന് അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് നോക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. സാധാരണ ഞാൻ പ്രസംഗത്തിന് മുമ്പാണ് ചോദിക്കാറുള്ളത്, അത് ഞാൻ വിട്ടുപോയി. പിശാചിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എന്താണ് നിങ്ങളുടെ അറിവ്? നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പിശാചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് എന്താണ്? ആരെങ്കിലും മൈക്ക് വെച്ചോണ്ടിരിക്കുന്ന സാറിന് പറഞ്ഞാട്ടെ. വഞ്ചന. ഓക്കെ. പിന്നെ കള്ളം പറയും. വെരി ഗുഡ്. ചതിക്കും. വെരി ഗുഡ്. പിന്നെ അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചുള്ള ധാരണയുണ്ടോ? ഓക്കെ. അതെ, നമുക്കറിയാം പിശാചെന്ന് പറയുന്നത് ഇങ്ങനെയാ. വഞ്ചനയും ചതിയും ആൾക്കാരെ പറ്റിക്കലും ആൾക്കാരെ ഉപദ്രവിക്കലും എല്ലാമാണ് ഈ
പിശാചിന്റെ പണി. എന്നാൽ യഥാർത്ഥ പിശാച് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ ജോലി ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നവരാണ് യഥാർത്ഥ പിശാചുകൾ. ഉൽപ്പത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവം എന്താ പറഞ്ഞത്? ആ വൃക്ഷത്തിന്റെ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത്, തൊടുക പോലും അരുതെന്ന് പറഞ്ഞു. പക്ഷെ പിശാച് എന്തോ പറയുന്നത്? അയ്യോ, അതൊന്നും അല്ല കാര്യം. ദൈവത്തിന് അറിയാം ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തെ പോലെ നിങ്ങൾ ആരും ആകാതിരിക്കാൻ വേണ്ടി ദൈവം അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആദവും ഹവ്വയും കഴിച്ചു. എന്റെ ക്രെഡിറ്റ് ആര് കൊണ്ടുപോയി? ആരെടുത്താലും കൊണ്ടുപോയതിനെയാണ് പിശാച് എന്ന് പറയുന്നത്. വായിക്കാം ഒരു വാക്യം കൂടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ സർവശക്തനായ ദൈവമാണ്. കണ്ണിൽ കാണുന്ന സകലത്തെയും ദൈവം ഉണ്ടാക്കി. പക്ഷെ പിശാച് എന്ന് പറയുന്നത് എല്ലാം ഉണ്ടാക്കിയത് അത് ഞാനാണ്, എന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ദൈവം ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് ഇവിടെ എടുക്കാനായിട്ട് വരുന്ന അങ്ങനെയുള്ള മനുഷ്യരെയാണ് പറയുന്നത് പിശാച് എന്ന്. വെരി സിംപിളി ഇഫ് യു സേ, മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നത് പിശാചുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരുടെ അടുക്കലേക്കാണ് ദൈവം നിങ്ങളെ അയക്കുവാനായിട്ട് പോകുന്നത്, പിശാചുകളുടെ അടുക്കലേക്ക്. മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു നാണക്കേടുമില്ലാത്ത മനുഷ്യരെ കുറിച്ച്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ദീർഘമായിട്ട് പറയുന്നില്ല, വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു പോകാം. 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാമെന്ന് ചിന്തിക്കുന്നവർ. ഇവിടെ ഒരു അന്ധനായ മനുഷ്യൻ, അവനവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുവിന്റെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിച്ചു. അവർ പറഞ്ഞു കൊടുത്തു, യേശുദാ വരികയാണ്. അവരുടെ മറുപടി എന്താണെന്നറിയാം? മിണ്ടാതിരി, കർത്താവിനെ നീ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടല്ലാതെ അവന്റെ ജീവിതത്തിന്റെ ആവശ്യമാണ്. അതിനെ കർത്താവിനെ നീ ഉപദ്രവിക്കുന്നു എന്ന് മാൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്തു, അല്ലെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയൂ ഇതിന്. ഇവിടെ കൂടെ നടക്കുന്ന നീയാ ദൈവത്തെ ഉപദ്രവിക്കുന്നത്, അതറിയുന്നില്ല നീ. പലപ്പോഴും കൂടെ നടക്കുന്നു എന്ന് പറയുന്നത് നമ്മളാണ് ക്രിസ്തുവിന്റെ വിരോധികൾ. എന്നാൽ ഇതിനെ പതുക്കെ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. അടുത്തിരിക്കുന്നില്ല, അവനാണ് കർത്താവിന്റെ വിരോധി എന്ന് പറയും. അവർ പറയുക, നീ മിണ്ടാതിരിക്കുക, കർത്താവിനെ നീ ഉപദ്രവിക്കരുത്. കർത്താവ് വേറെ കാര്യമായിട്ട് പോവുക. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ 39-ാമത്തെ വാക്യം തന്നെ, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട നന്മ എങ്ങനെ തടഞ്ഞു വയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ദൈവം ഒരു മനുഷ്യന് കൊടുക്കേണ്ട നന്മ എങ്ങനെ തടഞ്ഞു വയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയുവാൻ കഴിയും. പിന്നെയും താഴോട്ട് ആ വാക്യം വായിക്കുമ്പോൾ യേശു വരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും, പക്ഷേ കൂടെ നടക്കാനുള്ള യോഗ്യത നിനക്കില്ല എന്ന് അവർ പറയും. യേശു വരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു, അവൻ തന്നെ യേശുവേ ദാവീദ് പുത്ര എന്ന് നിലവിളിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. നിനക്ക് യേശു എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് മനസ്സിലായല്ലോ, അത് മതി, അതിനേക്കാൾ അപ്പുറം നീ ചാടണ്ട എന്ന് പറയുന്ന ആൾക്കാർ. ചുരുക്കി പറഞ്ഞാൽ, യേശുവിന് ഒരു പ്രയോജനവുമില്ലാത്ത ക്രിസ്ത്യാനികളുടെ നടുവിൽ നിന്നെ അയക്കാനായിട്ട് പോവുകയാണ്. യേശുവിന് ഒരു പ്രയോജനവുമില്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്കാണ് യേശു നിന്നെ അയക്കുവാനായിട്ട് പോകുന്നത്. ഇത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരിക്കൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി നല്ല ആത്മീകമായി ശക്തമായി ജീവിച്ചുകൊണ്ടിരുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, വിശ്വാസത്തിൽ അടിയുറപ്പുള്ള ഒരു സഭയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ പള്ളിയുടെ അടുത്ത് ഒരു മദ്യക്കട വന്നു. അപ്പോൾ ഈ പള്ളിയിലുള്ള എല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്തു, ഈ മദ്യക്കട ഇവിടെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നും അവരെ വകവച്ചില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ പള്ളിക്കാരെല്ലാവരും കൂടെ നല്ല വിശ്വാസികളായിരുന്നുകൊണ്ട് ഒരു ഉപവാസ യോഗം പ്രസിദ്ധപ്പെടുത്തി. ഈ മദ്യക്കട ഇവിടെ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാ വിശ്വാസികളും പള്ളിയിലോട്ട് വന്നുകൂടി. ആ നിശ്ചയിച്ച സമയം പ്രാർത്ഥന ആരംഭിച്ചു. ഉച്ചവരെയുള്ള പ്രാർത്ഥനയായപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞപ്പോൾ അതിശക്തമായ മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഴ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് വന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോൾ ഈ മദ്യക്കട ഇതാ കിടക്കുന്ന എല്ലാം കൂടെ പുത്തനം. എന്തെന്നറിയാമോ? ഈ മദ്യക്കടക്കാർ പോയി പള്ളിക്കെതിരെ കേസ് കൊടുത്തു. അവരുടെ പോയിന്റ് ഇങ്ങനെയാണ്: ഈ പള്ളിയിലുള്ള ഇവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ഈ കട പൊളിഞ്ഞു വീണത്, അതുകൊണ്ട് നഷ്ടപരിഹാരം പള്ളിക്കാർ തരണമെന്ന് കേസ് കൊടുത്തു. കറക്റ്റ് അല്ലേ?
എന്നാൽ ഈ പള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? തിരിച്ചുപോയൊരു കേസ് കൊടുത്തു. പള്ളിക്കും ഈ മദ്യക്കട വീണതിനും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അതിനൊരു റിപ്ലൈ കൊടുത്തു. അപ്പൊ ജഡ്ജി ഇത് രണ്ടും ഇങ്ങനെ വായിച്ചിട്ട് ഒരു വിധി ഇങ്ങനെ പറഞ്ഞു. എന്താണെന്നറിയാമോ? ഇതൊരു വെരി പെക്കൂലിയർ ആയിട്ടുള്ള ഒരു കേസാണ്. എന്താണ് ഇവരുടെ പെക്കൂലിയറായിട്ട് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വാസമുള്ള മദ്യക്കടക്കാരും ദൈവത്തിൽ ഒരു വിശ്വാസമില്ലാത്ത പള്ളിക്കാരും തമ്മിലുള്ള മത്സരമാണിത്. അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മദ്യക്കട വീണതെന്ന് അവർ പറയുന്നു, മദ്യക്കടക്കാർ പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല വീണതെന്ന് പള്ളിക്കാർ പറയുന്നു എന്ന് പറഞ്ഞതുപോലെ. ഇതുപോലെയുള്ള ജനങ്ങളുടെ അടുക്കലേക്കാണ് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ലോകം ഇങ്ങനെയാണ്. ഈ ലോകത്തെ മാറ്റാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഈ ലോകം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ നാം സുവിശേഷ പ്രവർത്തനം ചെയ്യണമെങ്കിൽ നമ്മിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നല്ല തണുപ്പുണ്ടല്ലേ? ഹല്ലേലൂയ. യെസ്. ഈ ലോകം ഇങ്ങനെയാണ്, പലപ്പോഴും ഇങ്ങനെയാണ്. യേശുവിന് ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാർ, ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാർ, ദൈവത്തെ ഉപദ്രവിക്കുന്ന ആൾക്കാർ, പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ, ഇങ്ങനെ പല 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 കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ പല പല സ്വഭാവത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് ഈ അന്ധനായ മനുഷ്യൻ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറണം. ഒന്ന് വായിക്കാം, 18-ാമത്തെ അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ഇവിടെ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, ദ റിയലൈസേഷൻ ദാറ്റ് ജീസസ് ഈസ് പാസിംഗ് ബൈ. യേശു എന്റെ മുൻപിലൂടെ എപ്പോഴും കടന്നു പോകുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ മനുഷ്യന് അതാണ് ഉണ്ടായത്. എന്താണ്? ദ ബ്ലൈൻഡ് മാൻ സോ. അവന്റെ ഉൾക്കണ്ണുകൊണ്ട് അവൻ യേശുവിനെ അറിഞ്ഞു. എന്തുകൊണ്ടാണ് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് അന്ധനായ മനുഷ്യന് പറയാൻ കഴിഞ്ഞത്? കാരണം അവൻ അന്ധനാണെങ്കിലും അവൻ ഭിക്ഷക്കാരനാണെങ്കിലും യേശു എന്ന മനുഷ്യനെ കുറിച്ച് മറ്റു പലരും പറഞ്ഞത് അവൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അത് അവന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു യേശു ഒരു ദിവസം എന്റെ മുൻപിൽ വരുമെന്ന ആകാംക്ഷയോടെ അവൻ കാത്തിരുന്നത് കൊണ്ടാണ് യേശു എന്ന വാക്ക് കേട്ട അടുത്ത നിമിഷം യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ നിലവിളിച്ചത്. ഒന്ന്, യേശുവിന്റെ കൺമറച്ച് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. യേശു എന്റെ മുമ്പിലുണ്ട്, എന്റെ മുൻപിൽ യേശു ഉണ്ട് എന്ന് വ്യക്തമായ ഒരു ധാരണ വിശ്വാസികളായ നമുക്ക് ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്നു നിന്നു. ഒരു മനുഷ്യൻ ആ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട മനുഷ്യൻ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ആ കാലുകളെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചപ്പോഴേക്കും കറണ്ട് പോയി. പരിചയമില്ലാത്തൊരു സ്ഥലം, കുറ്റാക്കൂറ്റിരുട്ട്, ആരും അവനെ സഹായിക്കാനായിട്ടില്ല. അവനിങ്ങനെ നിൽക്കുവാണ്. അവനിങ്ങനെ പറഞ്ഞു, അയ്യോ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ അല്പം കറണ്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ അടുത്ത നിമിഷം ഒരാൾ വന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിങ്ങൾ? സാർ ഒന്നും മിണ്ടരുത്, നടക്കാൻ പറഞ്ഞു. നടന്നു, കുറെ ദൂരം കൊണ്ട് നടന്നപ്പോൾ സാറേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പുകളാണ്, അടുത്ത് നിങ്ങൾ കാല് വെക്കുന്നത് സ്റ്റെപ്പിലോട്ടാണ്, കയറാൻ പറഞ്ഞു. ശരി, 18 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തിരിയുന്നു. അടുത്ത 18 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി കുറച്ചുകൂടെ കൊണ്ട് മുന്നോട്ട് നടന്നു. സാർ ഇനി ലെഫ്റ്റിലോട്ട് ഇറങ്ങുമ്പോൾ സാർ ഇതാണ് എക്സിറ്റ് എന്ന് പറഞ്ഞു. എക്സിറ്റ് എന്ന് പറഞ്ഞതും കറണ്ട് വന്നു. ഹി വാസ് എ ബ്ലൈൻഡ് മാൻ. ഒരു അന്ധനായ ഒരു മനുഷ്യനായിരുന്നു അവൻ. ആ റെയിൽവേ സ്റ്റേഷന്റെ മുക്കും മൂലയും അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ കണ്ണുള്ള മനുഷ്യന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെയും അവസ്ഥ. നമുക്ക് കണ്ണുണ്ട്, എന്നാൽ പലപ്പോഴും നമ്മൾ കാണാറില്ല. നമുക്ക് ചെവികളുണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കേണ്ടത് കേൾക്കാറില്ല. നമുക്ക് ഹൃദയമുണ്ട്, എന്നാൽ പലപ്പോഴും നമ്മൾ അറിയേണ്ടതിനെ അറിയുന്നതുപോലെ അറിയാറില്ല. നമുക്ക് കൈകാലുകളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ പലപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരാണ്. ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ യേശു നിങ്ങളോട് പറയുകയാണ്, ഈ അന്ധനായ മനുഷ്യൻ നിങ്ങളോട് പറയുകയാണ്, നമ്മോട് പറയുകയാണ്,
യേശുവിന്റെ കണ്ണ് വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യേശുവിന്റെ കൺമറച്ച് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മക്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പപ്പ അല്ലെങ്കിൽ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ട് ഉള്ളപ്പോഴുള്ള നിങ്ങളുടെ സ്വഭാവവും ആരും വീട്ടിലില്ലാത്തപ്പോൾ നിങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോദ്യം മനസ്സിലായില്ലേ? ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, വ്യത്യാസം എന്താണ്? അതിനെ മറ്റു രീതിയിൽ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ ഒറിജിനൽ ക്യാരക്ടർ? ഞാൻ ഇങ്ങനെ ഈ ചോദ്യമാണ് സാധാരണ എവിടെ പോയാലും ചോദിക്കാറ്. വാട്ട് ഈസ് യുവർ ഒറിജിനൽ ക്യാരക്ടർ? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? ഈ കാണുന്നതാണോ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം? ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഈ കാണുന്നതാണോ? യെസ് ഓർ നോ? ഐ നോ ദാറ്റ് യു വിൽ സേ നോ. കാരണം എനിക്ക് അറിയാവൂ എന്റെ സ്വഭാവം എന്തുവാന്ന്. എന്താ നമ്മുടെ ഒറിജിനൽ സ്വഭാവം? ആരുമില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മെ കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ അതാ ഉള്ള ഒരു സ്വഭാവമുണ്ട്, അപ്പോൾ വരുന്നൊരു സ്വഭാവമുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെ മറയ്ക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ സഹോദരങ്ങളെ മറയ്ക്കാൻ പറ്റും, നിങ്ങളുടെ ഭാര്യയെ മറയ്ക്കാം, നിങ്ങളുടെ ഭർത്താവിനെ മറയ്ക്കാം, നിങ്ങളുടെ ആരെ വേണമെങ്കിലും മറയ്ക്കാം. പക്ഷേ യേശുവിനെ നിനക്ക് മറയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. മറന്നു പോരുത്. കാരണം യേശു ഈസ് ഓൾവേസ് പാസിംഗ് ബൈ. ജീസസ് ഈസ് ഓൾവേസ് സ്റ്റാൻഡിംഗ് ബൈ. യേശു നിന്നോട് കൂടെ നിൽക്കുന്നവനാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നീ എന്തെല്ലാം കാണിച്ചാലും കർത്താവ് നിന്നോട് കൂടെ നിൽക്കുന്നത് കർത്താവിന് നിന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. നിന്നെ അത്രമാത്രം സ്നേഹമായതുകൊണ്ടാണ്. നീ ഇല്ലാതെ കർത്താവിന് പറ്റത്തില്ല. കാരണം കർത്താവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആണ് നിന്നെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. നീ അത് ചെയ്തില്ല എങ്കിൽ ആ ജോലി മുടങ്ങിപ്പോവും. ദാറ്റ്സ് വൈ ജീസസ് ഈസ് കമ്മിങ് ബിഹൈൻഡ് യു. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു നല്ല വിശ്വാസിയായിട്ട്, നല്ലൊരു പ്രസംഗകനായിട്ട്, നല്ല ആത്മീയ ഗുരുവായിട്ട്, നല്ലൊരു അച്ഛനായിട്ട്. പക്ഷേ അതല്ല കാര്യം. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നത് എല്ലാവരുടെയും മുൻപാകെ, യേശുവിന്റെ മുൻപാകെ, ഐ എം ലീവിംഗ് ദാറ്റ് ടു യു. യു ജസ്റ്റ് ഡിഫൈൻ വാട്ട് ഈസ് ദാറ്റ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, യേശുവിനെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഈ ലോകം ഇങ്ങനെയാണ്. അവര് തലതിരിഞ്ഞാ ജീവിക്കുന്നത്. ദൈവം പറഞ്ഞാലും കേൾക്കാത്ത, ആര് പറഞ്ഞാലും കേൾക്കാത്ത ആൾക്കാരാ. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുകയാണ്, യേശു നിന്റെ മുമ്പിലൂടെ എപ്പോഴും കടന്നു പോകുന്നു. യേശു നിന്റെ മുൻപിലൂടെ എപ്പോഴും കടന്നു പോകുന്നു എന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്, ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. എ ബ്ലൈൻഡ് ഫെയ്ത്ത് ഓഫ് എ ബ്ലൈൻഡ് മാൻ. ഒരു അന്ധനായ മനുഷ്യന്റെ അന്ധമായ വിശ്വാസത്തെയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, യേശുവിനെ മറച്ചൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്, നമുക്കൊരു അന്ധമായ ഒരു വിശ്വാസം ഉണ്ടാകണം. ഈ മനുഷ്യനുണ്ടാകുന്നത് അത് തന്നെയാണ്, അന്ധമായ ഒരു വിശ്വാസം. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ്, അല്ലെങ്കിൽ യേശുവിനെ കണ്ടതിന് ശേഷം ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശു വരുന്നത് വരെ, യേശുവാണ് അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നത് വരെ ഈ അന്ധനായ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? എനിബഡി മൈക്കിലൂടെ പറഞ്ഞോ ധൈര്യം. വല്ലതും തരണേ എന്നുള്ളതാണ് അവന്റെ നിലവിളി, അല്ലേ? അയ്യോ അമ്മ, നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഭിക്ഷക്കാർ ചോദിക്കുന്നത്. എന്നാൽ യേശുവിനെ കണ്ടപ്പോ അവന്റെ വിളി മാറി. എന്തായി? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. യേശുവിന്റെ കൂടെയും പണക്കാരൻ, മീൻസ് കാഷ്യർ ഉണ്ടായിരുന്നു. എനിക്ക് വല്ലതും തരണേന്ന് പറഞ്ഞെങ്കിൽ യേശു പറയുമായിരുന്നു യൂദാസിനോട് ആ പണക്കിട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാനായിട്ട്, അല്ലേ? പക്ഷേ യേശുവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് വ്യക്തമായ ഒരു ധാരണ അവനുണ്ടായപ്പോ അവന്റെ വിളി മാറി. അവന്റെ വിളി എന്തായി? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നായിട്ട് മാറി. ഉൽപ്പത്തികളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം
1 മുതൽ 19 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് അവിടെ. 19ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കുക. ഉൽപ്പത്തികൾ 22-ാമത്തെ അധ്യായം 1 മുതൽ 19 വരെയുള്ള വേദഭാഗം. അവിടെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രഹാം അവൻ അന്ധനായി മാറി. വിശ്വാസത്തിൽ അവൻ അന്ധനായിട്ട് മാറി. ഒരു അന്ധമായൊരു വിശ്വാസം അവൻ നേടിയെടുത്തു. ദൈവം പറഞ്ഞതുപോലെ അവനോട് ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അവനോട് ചെയ്തു. ആരോട് ചെയ്തു? തന്റെ മകനോട് ചെയ്തു. ദൈവം പറഞ്ഞു, നിന്റെ മകൻ അവൻ യാഗവസ്തുവാണ്, എനിക്ക് വേണ്ടി നീ യാഗം കഴിക്കേണ്ടവനാണ് നിന്റെ മകൻ, പോയി യാഗം കഴിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചുകൊണ്ട് പോയി. യാഗം കഴിക്കാനായിട്ട് അവൻ കത്തി എടുക്കുന്നത് വരെയും ദൈവം അവനെ പരീക്ഷിച്ചു. ദൈവം അവനെ സമ്മതിച്ചില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലൈൻഡ് ഫെയ്ത്ത് ഓഫ് അബ്രഹാം. അങ്ങനെ ഒരു അന്ധമായൊരു വിശ്വാസം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത്. നമ്മൾ വിശ്വാസികളുടെ ഒന്നുമല്ലാതായിട്ട് മാറുന്നത്. സത്യമല്ലേ? ഈ അബ്രഹാം അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വിശ്വാസവുമായി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് തട്ടിച്ചു വയ്ക്കാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിന്റെ സേവയെ ജോലിയായി കാണുന്നവരാണ്. ബുൾഷിറ്റ്. ഐ എം സോറി ഫോർ യൂസിങ് ദാറ്റ് വേർഡ്. ഇതുപോലെ മണ്ടത്തരം വേറെ ഇല്ല. ഇത് ജോലിയല്ല. ഇറ്റ്സ് എ കോൾ, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, ഇറ്റ്സ് എൻ ഒക്കേഷൻ. ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. അത് മറന്നു പോകരുത്, ആരും മറന്നു പോകരുത്. അച്ഛന്മാർ കാസർഗോഡ് ഞങ്ങള് ഇത് ജോലിയല്ല, വേറെ ഒരു ജോലിയും കിട്ടാത്തോണ്ട് വന്ന് കയറിയതൊന്നുമല്ല. ഇത് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് വന്നതാണ് ഈ കാസക് എന്റെ ദേഹത്ത്. കൊച്ചമ്മയുടെ മാതാപിതാക്കൾക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ വൈഫിൻ്റെ. ഞാൻ മിഷണറി ആയിട്ട് പോകുമ്പോൾ വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ഗോ ആസ് ഫാമിലി. കൊച്ചമ്മയ്ക്ക് ഗവൺമെന്റിന്റെ ജോലിയുടെ ഓർഡർ കയ്യിൽ വന്നതാണ്. ഇന്ന് വരെ ഒറ്റ മനുഷ്യൻ അത് കണ്ടിട്ടില്ല. സോ വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ഗോ ടു ദ മിഷൻ ഫീൽഡ് ആസ് എ മിഷണറി. അന്ന് ജോലിക്ക് കയറിയിരുന്നെങ്കിൽ ഇന്ന് നല്ല ശമ്പളം വാങ്ങി എൻ്റെ വൈഫ് ജോലിയിലിരിക്കുമായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ വൈഫ് വാങ്ങിച്ച ശമ്പളം അന്ന് 750 രൂപ. ഈ ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യാതെ ഈ ലോകത്തിലുണ്ടായിരുന്ന പല അനുഗ്രഹങ്ങളെയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ കാസറ്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞ് ഞങ്ങൾ കർത്താവിന്റെ പിന്നാലെ നടക്കുന്നത്. എ ബ്ലൈൻഡ് ഫെയ്ത്ത്. അതുകൊണ്ട് അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇന്നും ഞങ്ങളുടെയൊക്കെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ 1000-ന് മുകളിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു ദിവസം പോലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. ഞങ്ങൾ ആഗ്രഹങ്ങളൊന്നും ദൈവത്തിന് വിരോധമായിട്ടൊന്നും ഉള്ളതൊന്നുമല്ല. എന്ത് നമുക്ക് ആഗ്രഹമുണ്ടായാലും അതിനെ തരുവാനായിട്ട് എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബ്ലൈൻഡ് ഫെയ്ത്ത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഞാൻ മിഷൻ ഫീൽഡിൽ നിന്ന് 2013 ഡെപ്യൂട്ടേഷൻ സ്റ്റഡി ലീവിന് വേണ്ടി UTC-ലോട്ട് പോവുകയാണ്, MTH സ്റ്റഡീസിന് വേണ്ടി. 27,000 രൂപ സംതിങ് എൻ്റെ PF ബാലൻസ് ഉണ്ടായിരുന്നതിൽ 25,000 രൂപ ലോൺ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇന്നുവരെ ഞാൻ തിരിച്ചടച്ചിട്ടില്ല. ദാറ്റ് ഇസ് അനദർ മാറ്റർ. ദാറ്റ് ഈസ് നോട്ട് അവർ മാറ്റർ അറ്റ് ഓൾ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് പോലും എൻ്റെ ദൈവം മുടക്കം വരുത്തിയിട്ടില്ല. നോ സാലറി. സൗക്കർ ഡൈസിന്റെ സിസ്റ്റം അറിയായിരിക്കും. സ്റ്റഡി നമ്മൾ പോയാൽ നോ സാലറി, ഒരു ശമ്പളം തരുന്നത് 1 രൂപ പോലും കിട്ടത്തില്ല. വി ഷുഡ് ലീവ് ബൈ അവർ ഓൺ. ഒരു വർഷം കൊച്ചമ്മ UTC-ക്കകത്ത് ഒരു ഓഫീസിൽ ഹാഫ് ഡേ, അതായത് പാർട്ട് ടൈം ജോലി ചെയ്താൽ ഞങ്ങൾ 6,000 രൂപ ശമ്പളം. അതിൽ 2,000 രൂപ ഏറ്റവും. അപ്പോൾ ഇന്ന് 2ാമത്തെ മോൻ ഇന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ 7 മാസം പ്രായം. അവനെ നോക്കും, അമ്മച്ചി കൊടുത്ത് 4,000 rupees. വി സർവൈവ്ഡ് 1 month. എങ്ങനെ സർവൈവ് എന്നറിയാമോ? ഒരൊറ്റ കാര്യമാണ് മിനിസ്ട്രി. അവിടെ ഒരു പള്ളിയിൽ വിമൻസ് ഫെലോഷിപ്പിന്റെ ഒരു ആരാധനയ്ക്ക് ഒരു കൂട്ടായ്മയുണ്ട് എല്ലാ വർഷവും, മലയാള പള്ളികൾ ചേർന്ന്. അവര് അന്ന് ഞാൻ പോയത് 2013 ആ വർഷം അവർ നിശ്ചയിച്ചിരുന്നത് വളരെ പ്രഗത്ഭരായ 1-2 അച്ഛന്മാരെ. പക്ഷെ അവസാന നിമിഷം അവര് സൗകര്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചാൻസ് എനിക്ക് കിട്ടുന്നു. ഐ ഡിഡ് ദ ബെസ്റ്റ്. അന്ന് മുതൽ ഇതുവരെ
എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നുണ്ട്. ഒരു രൂപയ്ക്ക് പോലും ഇതുവരെയും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഒരു കാര്യത്തിന് പോലും ഇതുവരെയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഒരു കാര്യത്തിനും ഇതുവരെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബ്ലൈൻഡ് ഫെയ്ത്ത് ദാറ്റ് ഐ ഹാവ്. അന്ധമായൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ ഈ അന്ധനായൊരു മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കുണ്ടാകേണ്ടത് ഒരു അന്ധമായൊരു വിശ്വാസമാണ്. കർത്താവേ, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഐ ആം ഗിവിംഗ് മൈസെൽഫ് ഇൻ ടു യുവർ ഹാൻഡ്. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിനക്ക് പേരിട്ടവനാണ് ഞാൻ. അങ്ങനെയുള്ള ദൈവത്തിന്റെ മുൻപാകെ എന്തിനാണ് എനിക്ക് മറ്റെന്തെങ്കിലും കാര്യം പറയുവാനായിട്ടുള്ളത്? ഒരു ഡിമാൻഡും ഇല്ല, ഒരാഗ്രഹങ്ങളുമില്ല, ഒരു പ്രത്യാശയുമില്ല. ദൈവം, ഐ ആം ഗിവിംഗ് മൈസെൽഫ് ഇൻ ടു ദ ഹാൻഡ് ഓഫ് യു, യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് ദ ബ്ലൈൻഡ് ഫെയ്ത്ത് ദാറ്റ് വി ഷുഡ് ഹാവ്. മൂന്നാമത്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. സോ ഇവിടെ മൂന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ അന്ധനായ മനുഷ്യൻ പഠിപ്പിക്കുന്നത്, നെവർ ഗിവ് അപ്പ് വെൻ ഷൗട്ടിംഗ് വാസ് ദ ഓൺലി വൺ ഓപ്ഷൻ. അവന്റെ ജീവിതത്തിൽ ഹി നെവർ ഗേവ് അപ്പ്. അവൻ ഒരിക്കലും തന്റെ ജീവിതത്തെ വിട്ടുകളഞ്ഞില്ല. അവൻ ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്താണ്? അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പറ്റുന്നത് എന്തുവാണ്? ഷൗട്ടിംഗ്, നിലവിളിക്കുക. യേശുവിനോട് നിലവിളിക്കുക മാത്രമാണ് അവന്റെ ജീവിതത്തിൽ ആകെയുള്ള ഒരു പ്രത്യാശ ചെയ്യാൻ കഴിയുന്നത്. അവൻ എഴുന്നേറ്റ് ഓടാൻ പറ്റുന്നില്ല, കാരണം അന്ധനാണ്. എവിടെയെങ്കിലും ഇടിച്ച് തല അടിച്ച് വീഴും. അവന് കാണാൻ പറ്റുന്നില്ല, യേശുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോലുവാൻ അവന് കാഴ്ചയില്ല. ആരും സഹായിക്കുന്നില്ല അവനെ. അവന് പറയുന്നുണ്ട്, കർത്താവിനെ നീ ശല്യപ്പെടുന്നത് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അവനുണ്ടായിരുന്ന ആകെയുള്ള പ്രത്യാശ, അവന്റെ ഒരേ ഒരു കഴിവ് എന്ന് പറയുന്നത് നിലവിളിക്കാനുള്ള കഴിവ്, നാവിന്റെ കഴിവ്. ആ നാവെടുത്തവൻ നിലവിളിച്ചു, കർത്താവേ, യേശുവേ, സ്റ്റേ ദേർ. ഇവിടെ വലിയൊരു വ്യത്യാസമുണ്ട്. 38-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. 39-ാമത്തെ വാക്യം. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ ആദ്യം നിലവിളിച്ചു, രണ്ടാമത് ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ ആകെ ഉണ്ടായിരുന്ന അവന്റെ കഴിവെന്ന് പറയുന്നത് നിലവിളിക്കാനുള്ള കഴിവാണ്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ അതുവരെയും ജീവിച്ചത്. എന്നാൽ ആ കഴിവിനെ അവൻ യേശുവിന്റെ മുൻപാകെ കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചു നോക്കുക. അവനുള്ള ആകെയുള്ള കഴിവ് അതാ. പലപ്പോഴും നമ്മൾ അച്ഛന്മാർ വിചാരിക്കും, അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിവില്ല, എനിക്ക് പ്രസംഗിക്കാനായിട്ടുള്ള കഴിവില്ല, ആരാധന നടത്താൻ കഴിവില്ല, മറ്റുള്ളവരുടെ മുൻപാകെ നിൽക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ല. എങ്ങനെ, ഹൗ ഐ വിൽ സർവൈവ്? പക്ഷേ ഒന്നും ഇല്ലാതെ, ഒരു കഴിവുമില്ലാതെ ഈ ലോകത്ത് ദൈവം ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. നിനക്ക് ഏതെങ്കിലും ഒരു കഴിവെങ്കിലും തന്ന് മാത്രമേ എന്റെ ദൈവം നിന്നെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളൂ. ആ മനുഷ്യന് കൊടുത്തിരുന്നത് ഒരൊറ്റ കഴിവാണ്, നിലവിളിക്കാനുള്ള കഴിവ്. അതൊന്നും മതിയായിരുന്നു അവന് രക്ഷപ്പെടാനായിട്ട്. ഇപ്പൊ പറയൂ, നിങ്ങൾക്ക് എത്ര കഴിവുകളുണ്ട്? കാണാൻ കഴിവുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, നടക്കാൻ കഴിവുണ്ട്. എത്ര 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 കഴിവുകളാണ് ദൈവം നിങ്ങൾക്കുള്ളത്. ഒരു പാട്ടുണ്ട്, എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലേ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുന്നു. എല്ലാം ഒന്നും നീ കൊടുക്കണ്ട. നിന്റെ ഏതെങ്കിലും ഒരു താലന്തും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു നോക്ക്. then they will understand how powerful is my God. എന്നാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ പറയാനുള്ള ഒരു ടേമാണത്, പലചരക്കിടയിൽ സാധനം വാങ്ങാൻ പോകുന്നതിലുള്ള വിശ്വാസമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ എത്ര ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ കയ്യിൽ ലിസ്റ്റ് എഴുതി കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ടാണ് പറയുന്നത്? എല്ലാ ഭാര്യമാരും പറയില്ലേ? പറയാത്തത് ഭാര്യമാരല്ല. ഓക്കെ, എന്തുവാണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ ഒരുമിച്ച് വാങ്ങുകയാണെന്ന് കരുതി എന്തൊക്കെ എഴുതും? 10 കിലോ അരി, 5 കിലോ പഞ്ചസാര, 5 കിലോ ഒന്നും വേണ്ട, അല്ല 5 കിലോ അത്രയൊന്നും വേണ്ട, ഇങ്ങനെ ലിസ്റ്റ് എഴുതും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇതുപോലെയാണ്, നമ്മുടെ വിശ്വാസം ഇതുപോലെയാണ്. കർത്താവേ, ഇതെനിക്ക് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. ഇതല്ലേ നമ്മുടെ വിശ്വാസം? എപ്പോഴെങ്കിലും കർത്താവ്, എൻ്റെ കയ്യിൽ ഇതുണ്ട്, എന്തെങ്കിലും നീ എനിക്കൊന്ന് തിരിച്ച് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ?
കർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഒരു കുഞ്ഞു കഴിവ് അത് ഞാൻ നിനക്ക് തരാം. അത് തരുന്നത് കൊണ്ടല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് വിത്തൗട്ട് യു ഐ കനോട്ട് സർവൈവ്. ക്യാൻ യു പ്ലീസ് ഗീവ് ദിസ് എന്ന് നമ്മളെപ്പോഴും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്? ഒരിക്കലും ചോദിക്കാറില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യുവാൻ കഴിയണം. എന്നെ സ്പർശിച്ച ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നിറങ്ങിയത്. അപ്പോൾ ഐ വാസ് വെയിറ്റിംഗ് ഫോർ മിസ്റ്റർ സാജൻ ജോൺ. അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ കൊണ്ടൊരു ന്യൂസ് പേപ്പർ തന്നു. അപ്പോൾ ഞാൻ കണ്ടു ഈ മനുഷ്യനെ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ കുറേ ന്യൂസ് പേപ്പറുകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരാളിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. കുറച്ച് സമയം അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഇത് വേണമെന്ന് ചോദിച്ചു. ഞാൻ തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര രൂപയെന്ന് ചോദിച്ചു. ഇല്ല സാർ, അത് ഫ്രീ ആണ്. ഞാൻ നോക്കി, ഇത് ഏതോ ഒരു സഭയുടെ, ഒരു പള്ളിയുടെ, അല്ലെങ്കിൽ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ന്യൂസ് പേപ്പറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല ഞാൻ ഇവിടെ ഒരു ആരാധനയ്ക്ക് പ്രസംഗിക്കാൻ വന്ന അച്ഛനാണെന്ന്. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം എന്നോട് തീർച്ചയായിട്ടും പറയാനായിട്ട് തുടങ്ങി ആ ബസ് സ്റ്റാൻഡിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്. എൻ്റെ സാജൻ ബ്രദർ വരുന്നത് വരെ ഓൾമോസ്റ്റ് 10-15 minutes he was sharing about Jesus Christ to me. I was so happy. അച്ഛന്മാർക്ക് പറ്റുന്ന അച്ഛന്മാരുടെ ഏറ്റവും വലിയൊരു ബലഹീനത അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് അവരോട് സുവിശേഷം പറയാൻ ആരുമില്ല എന്നുള്ളതാണ്. അവർ സുവിശേഷം പറയും, ഇല്ലേ, മറ്റുള്ള എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരോട് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അച്ഛന്മാർ. ഐ വാസ് സോ ഹാപ്പി. സാജൻ സാർ കുറച്ചുകൂടി ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ചിന്തിച്ചു. ഞാൻ അവിടെ നിന്ന് പോകുന്നത് വരെയും ആ മനുഷ്യൻ എന്നോട് സംസാരിച്ചു. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാനൊരു അച്ഛനാണെന്നോ, അല്ലെങ്കിൽ ഞാനൊരു സുവിശേഷ പ്രവർത്തനാണെന്നോ, അല്ലെങ്കിൽ ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നാണെന്നോ ഞാൻ പറഞ്ഞില്ല. ആ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു ടിൽ ഐ ലീവ് ദാറ്റ് പ്ലേസ്. അത് ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. അതിനകത്തൊരു സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ 7,000 രൂപ ഉള്ള ഒരു ജോലി ദൈവമേ നീ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ജോലി അവന് ദൈവം കൊടുത്തു അത്രേ. സാക്ഷ്യം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. You can read it if you want. I will give it to you. See, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് വേറെ ഒന്നുമല്ല, നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ മനസ്സിനെ മാത്രമാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് ആർക്കും തടയാനായിട്ട് പറ്റത്തില്ല. ഈ മനുഷ്യനെ തടയാനുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ, ഇല്ലേ? അവിടെ പോകരുത്, മിണ്ടാതിരിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. പക്ഷെ അവന് കിട്ടേണ്ട അനുഗ്രഹം അവന് തന്നെ പോയി. ശരിയല്ലേ? ആരെങ്കിലും ആ അനുഗ്രഹം നേടിയെടുത്തോ? ആർക്കും പറ്റത്തില്ല. കാരണം അവന് കിട്ടേണ്ട അനുഗ്രഹം കൊണ്ട് ഇനിയൊരു മനുഷ്യൻ ഒരു പ്രയോജനമില്ല. എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം കൊണ്ട് എനിക്കല്ലാതെ വേറൊരു മനുഷ്യന് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ ഈവൻ എനിക്ക് വരേണ്ട അനുഗ്രഹത്തെ മറ്റാരെങ്കിലും തടഞ്ഞു വെച്ചാലും അത് അവർക്കും പ്രയോജനമില്ലാതെ പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി ദാറ്റ് ബ്ലെസ്സിംഗ് വിൽ അൾട്ടിമേറ്റ്ലി ഫൈനലി വിൽ കം ടു യു ഇൻ ദ വെരി 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 പവർഫുൾ മൊമെന്റ് ആൻഡ് ദ വെരി റൈറ്റ് ടൈം. ഐ ആം ദ വിറ്റ്നസ്. ഞാനാണ് സാക്ഷി. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്ത് കഴിവുണ്ട് ആ ഒരൊറ്റ കഴിവ് നീ കണ്ടുപിടിച്ചാൽ മതി. ആ കഴിവ് കണ്ടുപിടിച്ച് അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. ഇവിടെ ഈ മനുഷ്യന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ഒറ്റ കഴിവ് കൊണ്ട് അവൻ അത് നേടിയെടുത്തു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രക്ഷയ്ക്ക് ഒരൊറ്റ മാർഗമേയുള്ളൂ. ആ മാർഗം എന്ന് പറയുന്നത് നെവർ ഗിവ് അപ്പ് ബേസ്ഡ് ഓൺ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദാറ്റ് യു ആർ ലിവിംഗ്. നീ ജീവിക്കുന്ന സാഹചര്യത്തെ മാത്രം നീ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് യേശുവിനെ ഉപേക്ഷിക്കാനായിട്ട് നീ ശ്രമിക്കരുത്. നെവർ ഗിവ് അപ്പ്. യേശുവിനെ നീ ഒരു കാരണവശാലും ഉപേക്ഷിക്കുവാനായിട്ട് നീ ശ്രമിക്കരുത്. 2 പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സാക്ഷിയോട് പറഞ്ഞു വിചാരിച്ച, പക്ഷേ ബിജോയെ ചില ഒന്ന് പൊളിച്ചു നേരത്തെ. 2 ബലഹീനത ഉണ്ട്. ഒന്ന്, 3 പേര് നിന്നാൽ അവരുടെ നടുവിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. 3 പേര് നിൽക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ 2 പേര് നിൽക്കുന്നത് കണ്ടാൽ അവരുടെ നടുവിൽ നിന്ന് സംസാരിക്കാൻ, അവരോട് കൂടെ നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു ഒരു കാലത്ത്. 2ാമത് അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ വിക്കായിരുന്നു. 2 വാക്ക് നേരെ എനിക്ക് പറയാൻ കഴിയത്തില്ലായിരുന്നു വിക്ക് കൂടാതെ. സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം. പക്ഷേ ഈ രീതിയിൽ ഞാൻ മാറാനായിട്ട്
കാരണമെന്ന് പറയുന്നത് ഇറ്റ്സ് മൈ വിൽ പവർ. നെവർ ഗീവ് അപ്പ്. ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്, 100% കറക്റ്റ്. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകനാണ് പറഞ്ഞത്, നിനക്ക് വിക്കുണ്ട്, നീ ദൈവത്തിന്റെ വേല ചെയ്യാനാണ്. വിക്കോടെ പോയി ദൈവത്തിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല, അത് മാറ്റിയേ പറ്റത്തുള്ളൂ. എന്താണ് മാർഗം? വീട്ടിൽ പോവുക, നല്ല കൂർത്ത സൈഡുകളുള്ള കല്ലുകളെ തിരഞ്ഞെടുക്കുക, കുഞ്ഞു കുഞ്ഞു കല്ലുകളെ നന്നായിട്ട് കഴുകുന്നതിന്റെ വാക്കകത്തിടുക, ആ കല്ലിനെ വാക്കകത്തിട്ടുകൊണ്ട് സംസാരിക്കുക. നാക്ക് മുറിഞ്ഞ് രക്തമൊഴുകിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ആ സാറ് പറഞ്ഞതുപോലെ എന്റെ വിക്ക് കുറേശ്ശെയായി ഇല്ലാതാകാനായിട്ട് തുടങ്ങി. ആ കല്ലുകൾ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ, എന്റെ സാക്ഷ്യമായിട്ട്. വിക്കനായിരുന്നു ഞാൻ. അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. രണ്ടാമത് എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഭയമായിരുന്നു. See how many of you are sitting in front of you right now. ഒരു പേടിയില്ല എനിക്കിന്ന്. ഒരൊറ്റ കാര്യം, നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്. ഉപേക്ഷിക്കരുത് ദൈവത്തെ. യേശുവിനെ വിട്ടുകളയരുത്. എന്തു സംഭവിച്ചാലും യേശുവിനെ മാത്രം നീ മുറുകെ പിടിച്ചാൽ മതി. അതിനോടുകൂടെ സകലവും നിനക്ക് കിട്ടും. അവനോടുകൂടെ നിന്റെ മനസ്സിലുള്ള സകല ആഗ്രഹങ്ങളും നിനക്ക് കിട്ടും. ഒരിക്കൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ നമ്മുടെ ഗൊറേംകൊണ്ട ഭാഗത്തേക്ക് ഒരു വാൻ കൊടുത്തതുപോലെ അച്ഛൻ്റെ ആഗ്രഹം ഇതുപോലൊരു 2 വീലർ വേണമെന്നായിരുന്നു. 2 വർഷം അച്ഛൻ അതിനുവേണ്ടി അതിൻ്റെ പുറകെ നടന്നു, ബോട്ട് പെർമിഷൻ്റെ പുറകിൽ. 2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് അതിനുള്ള ബോട്ട് പെർമിഷൻ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ ബൈക്ക് വാങ്ങി അച്ഛന് കൊടുത്തു. അപ്പം അച്ഛൻ ഉത്തരാഖണ്ഡിൽ മിഷണറി ആയിരുന്ന സമയമെന്നാണ് എൻ്റെ ഓർമ്മ. അച്ഛൻ സാക്ഷ്യമായിട്ട് പറഞ്ഞു, അവിടെ കീ അച്ഛൻ വാങ്ങിക്കുമ്പോൾ അച്ഛൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്, 2 വർഷം മുമ്പ് ഞാൻ ഈ ഒരു 2 വീലറിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ബോട്ട് പെർമിഷന്റെ പുറകെ നടക്കുകയായിരുന്നു, അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് അച്ഛൻ കണ്ട ഒരു ബൈക്കിന്റെ ഒരു പിക്ചറിനെ കട്ട് ചെയ്ത് ബൈബിളിനകത്ത് വെച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സെയിം മോഡൽ, സെയിം കളർ, സെയിം മോഡൽ, സെയിം കളർ ബൈക്ക്. See now it's in front of me. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം, വി ആർ പുഷിംഗ് അവർ മൈൻഡ് ഇൻ ടു ദ മൈൻഡ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റുവാനായിട്ട് ശ്രമിക്കും. ദിസ് ഇസ് ദ പ്രോബ്ലം. നോ, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു ഷുഡ് നെവർ ഗിവ് അപ്പ്. എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നില്ലേ? അതിന് കാരണം കർത്താവ് തന്നെയാണ്, ഒരു മാറ്റവും. വിശ്വസിക്കുക, മുന്നോട്ട് കടന്നു പോകുക. 4-ാമത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. 4-ാമത്, ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം, യു ക്യാൻ ഡിമാൻഡ് ടു ജീസസ് വെൻ യുവർ നീഡ് ഈസ് ജെനുവിൻ. നിന്റെ ആഗ്രഹം സത്യമാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനകൾ നല്ലതാണ് എങ്കിൽ, യു നീഡ് നോട്ട് റിക്വസ്റ്റ്, ബട്ട് യു ക്യാൻ ഡിമാൻഡ്. ഇവിടെ എന്താ പറയുന്നത്? ഹിസ് ആൻസർ വാസ് നോട്ട് പ്ലീസ് ഗീവ് മീ സൈറ്റ്. നോ, കർത്താവേ എനിക്ക് അങ്ങ് കാഴ്ച തന്ന് സഹായിക്കണമേ എന്നല്ല അവന്റെ പ്രാർത്ഥന. അവന്റെ അപേക്ഷ എന്തുവാണ്? എനിക്ക് കാഴ്ച കിട്ടണം. അതാണ് അവന്റെ ഡിമാൻഡ്. ഇറ്റ്സ് എ ഡിമാൻഡ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, ലെറ്റ് മീ സീ അഗൈൻ, ഐ വാണ്ട് മൈ സൈറ്റ്. എനിക്ക് കാഴ്ച കിട്ടിയേ പറ്റൂ. ദാറ്റ് വാസ് ഹിസ് ഡിമാൻഡ്. ദാറ്റ് വാസ് ഹിസ് പ്ലീ. അത് ഡിമാൻഡ് അല്ല, സോറി, അത് അപേക്ഷയല്ല, ഇറ്റ്സ് എ ഡിമാൻഡ്. ദൈവം സൃഷ്ടിച്ച സൂര്യനെ പോലും തന്റെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിർത്തിയ ആൾക്കാരുടെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും എന്ത് വിളിക്കുന്ന അറിയാമോ? വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. മറന്നു വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്? വിശ്വാസം ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓർഡർ ആൻഡ് ഗോഡ് വിൽ ഡു ദാറ്റ്.
ദൈവത്തോട് നിനക്ക് കൽപ്പിക്കാനായിട്ട് പറ്റും. You can ask, not only ask, you can demand, you can order. God will do for you if only your demands or your need is genuine. ഇവിടെ ഈ അന്ധനായ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് 100% ജെനുവിൻ ആയിരുന്നു. ഒരു കുറവുമില്ലാത്തൊരു ആവശ്യമായിരുന്നു അവൻ്റേത്. എനിക്ക് കാഴ്ച കിട്ടണം. Let me see again. ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം എത്ര പേർക്കറിയാം? പാവം, ഇവരാണ് മൈക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അറിയാമോ? പഠിച്ചിട്ടുണ്ടല്ലേ? എന്തുവാണ്? എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ഞാൻ പണ്ട് 5-ലോ 6-ലോ പഠിക്കുമ്പോൾ ഉള്ളതാണ്. അതായത് 1990 കാലഘട്ടത്തിൽ പഠിച്ച കാര്യം. This is applicable even in faith. എന്താണെന്ന് അറിയാമോ? An adamant faith will bring back adamant blessing. A strong faith will bring back strong faith, strong blessing. A normal faith will bring back normal blessing. No faith bring back no blessing. Every action has an equal and opposite reaction. ലളിതമായിട്ട് ഞാൻ പറയാം. 1 കിലോ പഞ്ചസാര ഇപ്പൊ എത്ര രൂപയുണ്ട് സാറേ? പാവം, അവർക്കും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ എനിക്കും അറിഞ്ഞൂടാ. ഒരു ഉദാഹരണം, നമ്മൾ 40 ഫിക്സ് ചെയ്യാം അല്ലേ? ഇത് ഓക്കെ, 40 എന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പൊ എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട് എന്ന് കരുതുക. ഈ 20 രൂപയും കൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് എനിക്ക് 1 കിലോ പഞ്ചസാര തരണം എന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ എന്തു പറയും? ഉള്ളതുപോലെ പറയണം. എന്തു പറയും? 1 കിലോ തരാൻ പറ്റത്തില്ല എന്ന് പറയും. അത് നല്ലൊരു മനുഷ്യനാണെങ്കിൽ, സാധാരണയുള്ള കടക്കാരൊക്കെ എന്ത് പറയും? ഇന്ന് നീ കഴിക്കേണ്ട മരുന്ന് കഴിച്ചില്ലേടെന്ന് ചോദിക്കും, ഇല്ലേ? കാരണം 20 രൂപ കൊണ്ട് കൊടുത്താൽ അതിന്റെ വില 40 ആണെങ്കിൽ നിനക്ക് 1/2 കിലോയെ കിട്ടുള്ളൂ, 1 കിലോ കിട്ടത്തില്ല. സെയിം ഫെയ്ത്ത് ആൻഡ് ബ്ലെസ്സിങ് ഈസ് പ്രൊപ്പോർഷനേറ്റ്. നിനക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രമാത്രം അനുഗ്രഹം നിനക്ക് കിട്ടും. വളരെ ലളിതം. എത്രമാത്രം നീ ദൈവത്തെ സ്നേഹിക്കുന്നു അത്രമാത്രം അനുഗ്രഹം നിനക്ക് ദൈവം തരും. ഈ അന്ധനായ മനുഷ്യന്റെ വിശ്വാസം എന്തുവായിരുന്നു? ഈ ലോകത്തിലുള്ള എല്ലാത്തെക്കാളുമുള്ള വിശ്വാസം അവനുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് കിട്ടി? ഈ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അനുഗ്രഹം ദൈവം അവന് കൊടുത്തു. യു ക്യാൻ ഡിമാൻഡ് ടു ജീസസ് വെൻ യുവർ നീഡ് ഈസ് ജെനുവിൻ. സത്യസന്ധമായി നമുക്ക് ദൈവത്തോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ് 4ാമതായിട്ട് ഈ മനുഷ്യൻ പഠിപ്പിക്കുന്ന പാഠം. വളരെ ചുരുക്കമായി, പെട്ടെന്ന്, ക്വിക്ലി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 39-41 വാക്യങ്ങൾ. മുൻനടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. ശരി. ഈ 5ാമതായിട്ട് ഈ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്, he did not postpone the plan to ask Jesus. നമ്മൾ എന്ത് പറയാൻ പറ്റും? നമ്മൾ സാധാരണ ചെയ്യുന്നത് അറിയാമോ? ഇന്നത്തെ കൺവെൻഷന് വരാൻ പറ്റിയില്ല, ഓക്കെ, നമുക്ക് നാളെ വരാം. പോസ്റ്റ്പോണിങ് തിങ്. ഇന്നലെ വരാൻ പറ്റിയില്ല, ഞാൻ മറ്റന്നാൾ, നാളെ സൗകര്യമുണ്ട്, നാളെ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ വരാം. പോസ്റ്റ്പോണിങ് തിങ്. ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. അയ്യോ, ഇന്ന് എല്ലാവരും കൂടെ പറയുന്നുണ്ട് നീ മിണ്ടാതിരി, കർത്താവിനെ ശല്യപ്പെടുത്താതെ, അവനെ ഉപദ്രവിക്കരുതേ പ്ലീസ് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനെ എന്ത് പറയാം? ഓക്കെ, കർത്താവ് ഇന്ന് പൊക്കോട്ടെ, നാളെ വരുമ്പോൾ ചോദിക്കാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ മനുഷ്യൻ അത് ചെയ്തില്ല. This is what that we should understand. Never postpone things for tomorrow. He did not postpone that plan to ask Jesus. യേശുവിനെ ഒരു പക്ഷേ അന്ന് അവൻ മിസ് ചെയ്തിരുന്നുവെങ്കിൽ, നാളെ വരാം, നാളെ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ യേശുവിനെ കണ്ടെന്നേ വരത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും മ്ലേച്ഛമായ ഒരു അനുഭവം, we are postponing things for the next time. യേശു അടുത്ത് വരുമ്പോൾ ചോദിക്കാമെന്ന് കരുതിയില്ല. അച്ഛന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അച്ഛന്മാരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അത് ഈ മരണ വീട്ടിൽ അനുശോചനം പറയുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു ചിന്ത. എന്താണ്, എത്ര മോശപ്പെട്ടവനായിരുന്നാലും മരിച്ചു കിടന്നു കഴിഞ്ഞാൽ
അവനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് നല്ല വാക്ക് പറയണ്ടേ? അല്ലെങ്കിൽ പള്ളിക്കാര്യങ്ങളോ വച്ചിരിക്കും അവിടെ? വച്ചിരിക്കത്തില്ല. അവൻ എത്ര മോശമായിട്ട് ജീവിച്ചവനായിരുന്നാലും, എത്ര മ്ലേച്ഛനായിരുന്നാലും, എത്ര വൃത്തികെട്ടവനായിരുന്നാലും, എത്ര വലിയ കുടിയനായിരുന്നാലും, എത്ര മ്ലേച്ഛ കാര്യം ചെയ്താലും, അവൻ മരിച്ച് അച്ഛൻ്റെ മുമ്പിൽ വരുമ്പോൾ അച്ഛൻ രണ്ട് നല്ല വാക്ക് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കമ്മിറ്റിക്കാരെല്ലാവരെയും വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, ഇദ്ദേഹം എന്തെങ്കിലും രണ്ട് കാര്യം പറയാൻ വേണ്ടി കണ്ടുപിടിക്കും. അതാ അച്ഛന്മാരുടെ കഴിവ്. എന്തെങ്കിലും നല്ല രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് അതിനെ ആയിരിക്കും മരണ വീട്ടിൽ അടക്കത്തിന് മുമ്പ് ആ ശവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങൾ അവൻ ജീവനുള്ളപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ മാറിയേനെ. ആ ചത്ത് കിടക്കുന്നതിനോട് പറഞ്ഞിട്ട് എന്തോ കാര്യം? ഡോണ്ട് പോസ്റ്റ്പോൺ ഫോർ ടുമോറോ. വളരെ വേദനയോടെയാണ് ഇന്നലെ ഞാൻ ഒരു സംഭവം കേട്ടത്. ഞങ്ങൾ ഈ അടുത്തൊരു മലയുടെ മുകളിൽ കാണാനായിട്ട് പോയി. എന്തുവായിരുന്നു? നരക പാലം ഇല്ലേ അവിടെ? ഇല്ലിക്കല്ല്. അവിടെ ഒരു സ്ഥലത്തിന്റെ പേരാണ് നരകപാലം. ആ പാലത്തിന്റെ പേര് പോലും നരകപാലമാണ് എങ്കിൽ പോലും അതിന്റെ പുറത്തൂടെ ഇഴിഞ്ഞ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പോയി കണ്ടിട്ട് മര്യാദയ്ക്ക് വരുമോ? അവിടെയും കുടിയും കിടന്ന് ഈ ലോകങ്ങളിലുള്ള സകലരെയും ബുദ്ധിമുട്ടിച്ച്, ഗവൺമെന്റിനെയും ബുദ്ധിമുട്ടിച്ച്, അതും പോട്ടെ, പോയി കണ്ടിട്ട് മര്യാദയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ ആഴ്ച അല്ലേ 2 boys, 2 പേര് 22-23 വയസ്സായ കുട്ടികൾ, they're coming back and hit and they died. അവിടെ തന്നെ മരിച്ചുപോയി. ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ പോകണ്ട എന്ന് പറഞ്ഞിരിക്കും. അവർ പറഞ്ഞത് കേൾക്കാതെ അവന് പോയിരിക്കും. അല്ല അച്ഛാ തിരിച്ചു പോയിട്ടും പപ്പയോട് അമ്മയോട് ക്ഷമ ചോദിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. ചോദിക്കാൻ പറ്റിയോ? നോ. പോസ്റ്റ്പോൺ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും അർത്ഥം, അതിന്റെ വിലയെന്ന് പറയുന്നത് നില്ലാണ്. നീ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യങ്ങളുടെയും വിലയെന്ന് പറയുന്നത് അത് ശൂന്യമാണ്. അതിനൊരർത്ഥവുമില്ല, അതിന് ഒരു പ്രയോജനവുമില്ല. മാറ്റിവെക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 0. ഡോണ്ട് പോസ്റ്റ്പോൺ തിങ് ഫോർ ടുമോറോ. ഫൈനലി 18-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് മതി. ദ വിഷൻ ഓഫ് ഫോളോവിങ് ജീസസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അതായത് അത് തെലുങ്കിലെ വാക്കാണ് മോശം. ഏറ്റവും ദൈവത്തോട് കാണിക്കുന്ന ദുഷ്ടത എന്ന് പറയുന്നത്, വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാം വാങ്ങിക്കും, എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ മറക്കും. എന്നാൽ ഈ മനുഷ്യൻ പറയുന്നതാണ്, നമ്മെ പഠിപ്പിക്കുന്ന പാഠം, ദ വിഷൻ ഓഫ് ഫോളോവിങ് ജീസസ്. അവന് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവിടെ കിട്ടി, കാഴ്ച കിട്ടി. അത് കഴിഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഹി ഫോളോഡ് ജീസസ്. അവൻ യേശുവിനെ അവൻ അനുഗമിച്ചു. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫെയ്ത്ത്. കാത്തിരിപ്പുകൾക്ക് അർത്ഥമുണ്ട്. ഇന്ന് ഈ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കട്ടെ. ഇന്ന് മുതലുള്ള നമ്മുടെ ജീവിതയാത്ര യേശു കർത്താവിന്റെ പിന്നാലെയുള്ള യാത്രകളായിട്ട് മാറട്ടെ. ഇന്ന് മുതലുള്ള നമ്മുടെ വിശ്വാസത്തിൽ യേശു കർത്താവ് എന്റെ മുമ്പിലുണ്ട്, യേശുവിനെ മറച്ചെനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന വ്യക്തമായ ബോധത്തോടെ, ഈ അന്ധനായ മനുഷ്യനുണ്ടായിരുന്ന അന്ധമായ വിശ്വാസം പോലെ, എനിക്ക് ആകെ ഒരൊറ്റ കഴിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ കഴിവ് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് പോകുന്നു എന്ന ഉറച്ച തീരുമാനത്തോടെ, യേശുവിന് എന്റെ വിശ്വാസം കൊണ്ട് ഐ ആം ഗോയിങ് ടു ഡിമാൻഡ് തിങ് ടു ജീസസ് എന്ന വ്യക്തമായ വിശ്വാസത്തിന്റെ അടിത്തറയോടെ കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കാതെ ഏറ്റവും വിശ്വസ്ത സാക്ഷികളായിട്ട് യേശുവിനെ പിൻഗമിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കാം. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വൈകിയ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കൃപയുള്ള മറവിൽ, കൃപയുടെ മറവിൽ, അങ്ങയുടെ തങ്കച്ചിറകിന്റെ മറവിൽ ഞങ്ങൾ മറച്ചുകൊണ്ട് വലിയ ദയക്കായിട്ട് സ്തോത്രം. യേശുവേ, ഞങ്ങൾ പലപ്പോഴും അങ്ങ് എന്നെ എന്തിന് ഇവിടെ വിളിച്ചിരിക്കുന്നു എന്നറിയാത്തവരാണ്. ഞാൻ ആരാണ് എന്ന് പോലും തിരിച്ചറിയുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല.
എന്നാൽ എന്നെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദൗത്യവാഹകരായിട്ടാണ് എന്ന വ്യക്തമായ ഒരു സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ആഴമായി പകർന്നു നൽകിയതിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുവാൻ ഇന്നത്തെ ഉച്ചത്തെ പ്രഭാത ധ്യാനത്തിലൂടെ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് തിരിച്ചറിയുവാൻ ഈ വൈകിയ സമയത്ത് ആരാധനയിലൂടെ ഞങ്ങളെ അങ്ങ് സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച മഹാദയക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്ന വിശ്വാസം പോലും പലപ്പോഴും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഈ അന്ധനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു അന്ധമായ വിശ്വാസത്തിന്റെ ഉടമകളായി ഈ ഗ്രൗണ്ട് വിട്ടു പോകുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ മുൻപാകെ അപേക്ഷിക്കുന്നവനായിട്ടല്ല, അങ്ങയുടെ മുൻപാകെ ഡിമാൻഡ് ചെയ്യുന്നവനായിട്ട് മാറുവാൻ. ഞാൻ ഇതുവരെ വിശ്വാസമില്ലാതിരുന്നവനാണ് എങ്കിൽ ഞാൻ ഇന്നു മുതൽ വിശ്വാസിയാണ്. എന്നെ വിശ്വാസി എന്ന് വിളിക്കുന്നത് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ട് വിട്ട് കടന്നു പോകുവാൻ അങ്ങിടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഗ്രൗണ്ടിനകത്തായിരിക്കുന്ന, ഈ ശബ്ദത്തിന്റെ പരിധിയിലായിരിക്കുന്ന, ഓൺലൈനായിട്ട് ഈ വചനത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. എന്നാൽ ഇന്നു മുതൽ കർത്താവേ, എൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് മാത്രം എനിക്ക് മതിനാഥ, അങ്ങ് മാത്രം മതി കർത്താവേ. അങ്ങ് എന്ത് തരുന്നുവോ അതിനെ സന്തോഷമായി സ്വീകരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നു കർത്താവേ. അങ്ങ് തരുന്നത് അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിയും. ഈ മഹാ ഇടവകയിലെ എല്ലാ അച്ഛന്മാരെയും, എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ വിശ്വാസികളെയും, എല്ലാ മിഷണറിമാരെയും, ഈ സഭയുടെ, ഈ മഹാ ഇടവകയുടെ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാവരെയും, ബിഷപ്പ് തിരുമേനിയെയും എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിക്കും. സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ് ഞാനെന്ന ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകട്ടെ. തുടർന്നുള്ള 3 ദിവസത്തെ ആരാധനകൾക്കായിട്ട് സ്തോത്രം. വചനം സംസാരിക്കാൻ കടന്നു വരുന്ന പ്രിയ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 4 ദിവസ ആരാധനകളിലും അങ്ങ് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. അവർ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങളെയും 30ഉം 60ഉം അല്ല കർത്താവെ, 100 മേനിയായി മാത്രം വിളയുവാൻ ഞങ്ങൾ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സമ്പൂർണമായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറച്ചുകൊള്ളണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപക്കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ.